ഹീറോ 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 ആർപ്പോ ഹീറോ ഹീറോ ഹീറോ. പൊളിച്ചു. ഇത്തവണ വിഷു നമ്മൾ തകർത്തു, തിമിർത്തു, കിടുക്കി. സത്യം, നാട്ടിൽ വിഷു നീ പറഞ്ഞപ്പം ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തൊരു വൈബ്. எனக்கு வந்து அந்த ஆற்றுல குளிதான் ரொம்ப பிடிச்சது. செம்ம ஃபீலு மச்சா. எங்கள் ஊர்லலாம் இந்த மாதிரி இடமே கிடையாது. அதான் அண்ணாச்சி கேரளம். ഗോഡ്സ് ഓൺ കൺട്രി, ഹെവൻ ഓൺ എർത്ത്. തെരീതാ കണ്ണേ. അണ്ണേ, നിങ്ങൾ ഒരു അടിപൊളി പാട്ടൊന്നും പാടിയ ഈ വൈബ് ഒന്ന് കൊഴുക്കട്ടെ. அப்படியா? சரி, நீங்கள் டான்ஸ் பண்ணுவீங்களா? ம், ஓகே. ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. എന്ത് രസമായിരുന്നു. മോനും കൂട്ടുകാരും അവരുടെ ബഹളവും പാട്ടും പടക്കം പൊട്ടിക്കലും എല്ലാം. പിന്നെ അമ്മിണീൻ്റെ വക ഒരു 8 കൂട്ടം സദ്യയും. ഒന്നും കണ്ണീന്ന് മായുന്നില്ല. ഞങ്ങളുടെ അവസാനത്തെ വിഷു. അന്ന് അമ്മിണിയമ്മയ്ക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ആക്റ്റീവായിരുന്നു അല്ലേ? ഏയ്, കുട്ടികളെക്കാൾ സന്തോഷം അവക്കായിരുന്നു. അവക്കായി മുറിയൊരിക്കലും തൂത്തുവാരലും ഒരു വശത്ത്, പിന്നെ ചക്കര കാപ്പിയും പാറയുടെ പ്രഥവനും ഒക്കെ മറുവശത്ത്. അമ്മിണിക്കങ്ങ് ചിറക് മുളച്ച പോലായിരുന്നു. മുമ്പ് എപ്പോഴെങ്കിലും അമ്മിണിയമ്മ എന്തെങ്കിലും ലക്ഷണം കാണിച്ചിട്ടുണ്ടോ? ഓർമ്മക്കുറവോ വിഷാദമോ ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല ഡോക്ടർ. അവളൊരു പാവമായിരുന്നു. എല്ലാവരെയും സ്നേഹിക്കാനും വിശ്വസിക്കാനും മാത്രം അറിയുന്നൊരു പാവം. എന്നിട്ടും അവക്ക് ഈ ഗതി വന്നല്ലോ എൻ്റെ കാവിലമ്മേ. ചോദിക്കുന്നത് കൊണ്ട് സാറിന് വിഷമമാവുമെന്നറിയാം. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടതുണ്ട്. അന്ന് ആ പർട്ടിക്കുലർ ഡേയിൽ ശരിക്കും എന്താണ് സംഭവിച്ചത്? എന്താണെന്നോ എങ്ങനെയാണെന്നോ എനിക്കിപ്പോഴും അറിയില്ല. ഒന്നു മാത്രം ഓർക്കുന്നു. മോൻ്റെ മുറിയുടെ മൂലയ്ക്ക് അവൾ ഇരിപ്പുണ്ടായിരുന്നു. കണ്ണു തുറിച്ച് അനങ്ങാതെ, ഒന്നും കാണാതെ, ഒന്നും മിണ്ടാതെ ഇതേ ഇരിപ്പ്. അന്നു മുതൽ കൊത്തിവെച്ച കല്ലുപോലെ ഇതേ ഇരിപ്പ്. മെൻ്റൽ ട്രോമ, ഡിപ്രഷൻ, ഇതൊക്കെയാണ് പഴയ ഹോസ്പിറ്റൽ റെക്കോർഡിൽ കണ്ടത്. അത് കൺഫേം ചെയ്യാറായിട്ടില്ല. അമ്മിണിയമ്മയ്ക്ക് ദാ ഇവിടെ ഒരു സ്കാർ കാണുന്നു. എന്തെങ്കിലും ഹെഡ് ഇഞ്ചുറിയോ മറ്റോ മുൻപ്? അതിന് 3 മാസം മുമ്പാണ്. പുറത്തെ കുളിമുറിയിലൊന്ന് തെന്നി വീണതാ. മിഷനിൽ കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഇട്ടിരുന്നു. ചെറിയൊരു വീഴ്ചയിലാണോ ഇത്രയും വലിയ മുറിവ് എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഈ സാക്ഷരതാ പ്രവർത്തനമൊക്കെ ആയി മിക്കപ്പോഴും യാത്രയിലായിരിക്കും. എന്നെ ശല്യപ്പെടുത്തണ്ടെന്നും കരുതി അമ്മിണി എന്നെ അറിയിച്ചതുമില്ല.
പാവം വല്ലാതെ വേദനിച്ചിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഈ ഒരു അൺറെസ്പോൺസീവ്നെസ് പഴയ എന്തെങ്കിലും ഹെഡ് ഇഞ്ചുറിയുടെ ബാക്കിയാണോ എന്നും സംശയമുണ്ട്. അതാണ് സാറിനോട് വിശദമായി ചോദിച്ചത്. എന്തായാലും സ്കാൻ റിപ്പോർട്ട് വരട്ടെ. ഡോക്ടറെ പറ്റി ഒത്തിരി കേട്ടറിഞ്ഞ് വന്നതാണ്. അവളെ രക്ഷിക്കണം ഡോക്ടർ. ജീവിക്കാൻ ആശയുണ്ടായിട്ടല്ല, എന്നാലും. ശേ, സാർ ധൈര്യമായിരിക്കൂ. ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. വർഗീസേ, സാറിന് റൂമിലോട്ട് എത്തിച്ചേക്കൂ. ഞാൻ റൂമിലോട്ട് വിളിച്ചോളാം സാർ. വരൂ സർ. പതുക്കെ പതുക്കെ. ഈ അമ്മണിയമ്മയുടെ സ്കാൻ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയില്ലല്ലോ. രാവിലെ ചെയ്തതല്ലേ? ഞാൻ ഇപ്പോൾ പോയി നോക്കാം സർ. മേ ഐ കം ഇൻ? ഓ, യു ആർ ഓൾറെഡി ഇൻ. പ്ലീസ് കം. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ആരാണ്? ഞാൻ ഇപ്പോൾ ഇറങ്ങിപ്പോയത് എൻ്റെ അച്ഛനാണ് ഡോക്ടർ. ഓ, അത് ശരി. പിള്ള സാറിൻ്റെ ഫാമിലിയെ പറ്റി ഞാനൊന്നും ചോദിച്ചില്ല. നിങ്ങളെ ഇന്നലെ ഇവിടെയും കണ്ടില്ലല്ലോ. ഞാനിവിടെ ഇല്ല ഡോക്ടർ, ഞാൻ പുറത്തായിരുന്നു. അമ്മ അഡ്മിറ്റായി എന്നറിഞ്ഞപ്പോൾ നേരെ വരുന്ന വഴിയാണ്. യുവർ ഫേസ് ലുക്സ് ഫെമിലിയർ. മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ, ഐ ആം ജസ്റ്റ് കമ്മിങ് ഹിയർ ഫോർ ദ ഫസ്റ്റ് ടൈം. എവിടെയോ കണ്ട് മറന്ന പോലെ. പത്രത്തിലോ മാഗസീനിലോ മറ്റോ? ഡോക്ടറിന് നല്ല ഷാർപ്പ് മെമ്മറി ആണല്ലോ. യെസ്, പത്രത്തിൽ ഫോട്ടോ വന്നിട്ടുണ്ട്. ഇൻഫാക്ട് IIT JEE 2018 ഓൾ ഇന്ത്യ റാങ്ക് 17 ആയിരുന്നു. പിന്നെ കേരള ടോപ്പർ, അങ്ങനെ. ഓ വൗ, ഇംപ്രസീവ്. അതാണ് ന്യൂസ് പേപ്പറിൽ കണ്ട ഒരു ഓർമ്മ. ഇപ്പോൾ നാട്ടിലില്ലേ? ഇവിടെ വിട്ടിട്ട് കുറച്ചേറെ നാളായി ഡോക്ടർ. ആദ്യം IIT മുംബൈ കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ പ്ലേസ്മെൻറ്റ് അങ്ങ് സിലിക്കൺ വാലി കാലിഫോർണിയ. ഓ ഫാന്റാസ്റ്റിക്. വാട്ട് എ ഡ്രീം റൺ. സോറി ഡോക്ടർ, ഞാൻ ആക്ച്വലി എന്നെപ്പറ്റി പറയാനല്ല വന്നത്. പറഞ്ഞോളൂ. അച്ഛൻ പറഞ്ഞതിൽ വിട്ടുപോയൊരു ഭാഗം, അമ്മയുടെ നെറ്റിയിലെ ആ സ്കാർ, അത് ഡോക്ടർ സംശയിച്ച പോലെ ഒരു ഹെഡ് ഇഞ്ചുറി തന്നെയായിരുന്നു. ഐ സി. അപ്പോൾ പിള്ള സാറ് അതെന്നിൽ നിന്നും മറച്ചു പിടിച്ചു? അല്ല, അച്ഛനത് അറിഞ്ഞിട്ടില്ല, അഥവാ അമ്മ അത് അച്ഛനെ അറിയിച്ചിട്ടില്ല. ഡീറ്റെയിൽ ആയിട്ട് പറയൂ, എന്താണ് സംഭവിച്ചത്? അങ്ങനെ പറയണമെങ്കിൽ ഐ തിങ്ക് ഐ ഷുഡ് സേ അബൌട്ട് നന്ദു എൻ്റെ കൂടപ്പിറപ്പായിരുന്നു ഡോക്ടർ, മൈ യങ്ങർ ബ്രദർ. ഞങ്ങൾ തമ്മിൽ പ്രായത്തിൽ വലിയ വ്യത്യാസമില്ല. പഠിക്കാൻ ഇൻഫാക്റ്റ് എന്നെക്കാളും ഒരു പിടി മുന്നിലായിരുന്നു അവൻ. സ്റ്റേറ്റ് ടോപ്പർ ഒക്കെ ആയിരുന്നു, ഫുൾ സ്കോളർഷിപ്പ്. പക്ഷേ കോളേജിൽ ഫൈനൽ ഇയറിൽ എവിടെയോ അവനൊന്ന് കാലിടറി. എന്താ പറയുക, ഹി വെൻറ്റ് ഇൻ ടു ഡ്രഗ്സ്. ഓ മൈ ഗോഡ്. എന്നിട്ട്? ആദ്യമൊക്കെ വെറുതെ ഒരു രസത്തിനായിരുന്നു ഡോക്ടർ. പിന്നെ അതൊരു ഹരമായി മാറി. പതിയെ ലഹരി അവനെ ചുറ്റി വരിഞ്ഞു. ലഹരി കിട്ടാത്തപ്പോൾ അവനല്ലാതായി. ഒരു നേരത്തെ ലഹരിക്കായി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു മൃഗമായി അവൻ മാറി. തനി ഭ്രാന്ത്, ഐ മീൻ മുഴുഭ്രാന്ത്. അറിയില്ലവരെന്നെ അറിയില്ല, അറിഞ്ഞോരും ചൊല്ലി അറിയില്ല. അറിയുന്ന പറയാൻ നാക്കില്ല, അറിയുന്ന നേരത്ത് കണ്ണില്ല. മിഴിയില്ല മൊഴിയില്ല മനസ്സാണ്, കറങ്ങണ മനസ്സാണ്. ഇത് കറക്കണവാരെന്നറിയോ? നീ അറിയില്ല ഞാനാണ്, നീ അറിയില്ല ഞാനാണ്. ലഹരി ലഹരി രൂപമേറെ ഭാവമേറെ മാറ്റമേറെയാ, പ്രജ്ഞയില്ല ചിത്തമില്ല ഞാൻ വരുന്നിതാ. രൂപമേറെ ഭാവമേറെ മാറ്റമേറെയാ, വിഷമന്നും എന്നും ഒന്ന് തന്നത്. ലഹരി ലഹരി മാറിവില്ല് പോലെയുള്ള സ്വപ്ന ജീവിതം കറുകറുത്ത രാത്രിയാക്കി മാറ്റുന്നു ഞാൻ. കണ്ണുമില്ല കാഴ്ചയില്ല, ചുറ്റിനും വെളിച്ചമില്ല, മന്ത്രവാദ ലോകത്തിലെത്തിക്കും ഞാൻ.
നിന്റെ ലോകമെങ്ങും നിന്റെ ശരിയെന്നും തടുത്തിടുന്നിരുന്നുവെന്നു ശത്രുക്കൾ. വകഞ്ഞു മാറ്റിപ്പോവുക, അരിഞ്ഞു മാറ്റിപ്പോവുക, നിന്റെ ഉള്ളിൽ ഞാനാണേ. ലഹരി ലഹരി നെഞ്ചിലുറങ്ങേണ്ട കുഞ്ഞിനെ ദൂരെ കുത്തിയേറിയിട്ടതും ഞാന്. കൊല്ലേ പോരുളെന്ന് വളർത്തിയോരമ്മയെ കരയിച്ചു കൊന്നതും ഞാനാണെന്നേ. കൂടപ്പിറപ്പിനെ കണ്ടാലറിയാത്ത ആമത്തിൻ കണ്ണും ഞാനാണെന്നേ. നിന്റെ ലോകം എന്റെ കയ്യില്, നിന്റെ ഉള്ളു ഞാൻ കൊടും വിഷം. നിന്റെ ലോകം എന്റെ കയ്യില്, നിന്റെ ഉള്ളു ഞാൻ കൊടും വിഷം. ലഹരി 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 ലഹരി. കോളേജിൽ നിന്ന് അവനെ പുറത്താക്കി. വീട്ടിലെത്തി അവൻ്റെ കോലം കണ്ട് അമ്മ ഒത്തിരി കരഞ്ഞു. അന്നെപ്പോഴോ ലഹരി കിട്ടാതെ പേ പിടിച്ച് നടന്ന ഏതോ ഒരു നാളിൽ, ബോധം വറ്റിയുണങ്ങി തലച്ചോറിൽ തീ പിടിച്ച ഏതോ നിമിഷത്തിൽ, കയ്യിൽ കിട്ടിയ ഒരു പൂപ്പാത്രം കൊണ്ടവൻ അമ്മയുടെ നെറ്റി അടിച്ച് തകർത്തു. അന്ന് തലനാരിഴയ്ക്കാണ് അമ്മ രക്ഷപ്പെട്ടത്. പിള്ള സാറ് ഇതൊന്നും അറിഞ്ഞില്ലേ? അമ്മ എന്നും അങ്ങനെയായിരുന്നു, സർവവും സഹിക്കുന്ന ഒരാൾ. അച്ഛനെ ഒന്നും അറിയിച്ചിരുന്നില്ല. പാവം അച്ഛൻ നാടുനീളെ നടന്ന് അക്ഷരദീപം തെളിയിച്ച ആൾക്ക് സ്വന്തം വീട്ടിലെ പടുതിരി കെട്ടുപോകുന്നത് അറിയാൻ കഴിഞ്ഞില്ല. നിങ്ങൾ അനിയനെ തടയാൻ ശ്രമിച്ചില്ലേ? അത് നിങ്ങളുടെയും കൂടി ഉത്തരവാദിത്വമല്ലേ? ഡോക്ടർ, അവന് ബോധം വരുമ്പം ഐ യൂസ് ടു ടെൽ, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, വഴക്കിട്ടിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. പക്ഷേ ലഹരി ഇറങ്ങുമ്പോൾ അവൻ എന്നോട് കരഞ്ഞ് മാപ്പ് പറയും. ഡ്രഗ്സിനി കൈകൊണ്ട് തൊടില്ല എന്നൊക്കെ എൻ്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യും. പക്ഷേ ലഹരി വിളമ്പുന്ന ആ ഒരു മരണവിരുന്നിന് മുമ്പിൽ എരയുടെ വാക്കിന് എന്ത് വിലയാണ് ഡോക്ടർ? സാർ, ഇത് അമ്മിണിയമ്മയുടെ സ്കാൻ റിപ്പോർട്ടാണ്. സാറ് നോക്കിയിട്ട് ഐ സിയിലോട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു. റിപ്പോർട്ട് കുറച്ച് വൈകിയല്ലോ, എന്തേ താമസിച്ചത്? കിട്ടിയിട്ട് കുറച്ചു നേരമായി. സാറ് ഫോൺ ചെയ്തിരുന്നുകൊണ്ട് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഒരു കോഫി കൊണ്ട് വരട്ടെ സാർ? ഒരു കോഫിയായിട്ട് വേണ്ട, പൊയ്ക്കോളൂ. ഡോക്ടർ, റിപ്പോർട്ടിൽ എന്തെങ്കിലും? ക്വയറ്റ് കൺഫ്യൂസിങ്. ഇതിൽ ഇസ്കിമിക് ബ്രെയിൻ ഡാമേജ് എന്നാണ് കാണുന്നത്. തലച്ചോറിൽ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ. അമ്മ മുമ്പെപ്പോഴെങ്കിലും വെള്ളത്തിൽ മുങ്ങുകയോ ശ്വാസം മുട്ടുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? അമ്മയ്ക്ക് നന്നായി നീന്താൻ അറിയാമായിരുന്നു. പിന്നെ ശ്വാസം മുട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുറന്നു പറയൂ പ്ലീസ്. ചികിത്സ മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടിയേ പറ്റൂ. ആർക്കും ഇതറിയില്ല ഡോക്ടർ, ആരോടും ഇത് പറഞ്ഞിട്ടുമില്ല. അന്ന് ആ ഒരു നശിച്ച വെള്ളിയാഴ്ച ലഹരി കിട്ടാതെ അന്നും നന്ദുവിന് ഭ്രാന്തിളകി. കണ്ണിൽ തീയും ചെവിയിൽ മുളലുമായി അവൻ കാശിനായി എല്ലായിടത്തും പരതി നടന്നു. അലമാരയിലും മേശയിലും അമ്മയുടെ അരിപ്പെട്ടിയിലും പിന്നെ അമ്മയുടെ കയ്യിലും കാതിലും കഴുത്തിലും. ഒന്നും കിട്ടാതായപ്പോ ഭ്രാന്ത് ചുരമാന്തിയ മൃഗം അമ്മയുടെ കഴുത്തങ്ങ് ഞെരിച്ചു. വീട്ടിൽ മറ്റാരും ഇല്ലായിരുന്നോ? നിങ്ങളില്ലായിരുന്നോ? നിങ്ങളിത് കണ്ടില്ലേ? ഞാൻ കണ്ടു ഡോക്ടർ. അമ്മയുടെ കഴുത്ത് ഞെരിച്ച് ഉയർത്തുന്നതും കഴുത്തിലെ എല്ലുകൾ ഒടിയുന്നതും അവന്റെ കൈവിരകൾക്കിടയിൽ കിടന്ന് അമ്മയുടെ ശ്വാസം പിടയുന്നതും ഞാൻ കണ്ടു. എന്ത് ഭ്രാന്താണിത്? നിങ്ങൾ തടഞ്ഞില്ലേ? ഒന്നും ചെയ്തില്ലേ? കൊല്ലണ്ടേ, കൊല്ലണ്ടേ അവനെ. പെറ്റമ്മയുടെ കഴുത്ത് ഞെരിച്ച് അവനെ കൊല്ലണ്ടേ. കൊന്നു, ഞാൻ കൊന്നു. ഒറ്റ വെട്ടിന് അവനെ ഞാൻ കൊന്നു. ഡോക്ടർക്ക് കാണണോ? ദാ 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 കണ്ടില്ലേ? ഒറ്റ വെട്ടിന് ദാ അവനെ ഞാൻ കൊന്നു. ദാ ഒറ്റ വെട്ടിന് എന്നെ ഞാൻ കൊന്നു. നന്ദഗോപൻ, ലഹരിയുടെ കൊലവിളി പത്രത്തില്. ഞാനാണത്. നന്ദു, ചേട്ടനും അനിയനും എല്ലായി ഞാൻ. ഓൾ ഇന്ത്യ റാങ്ക് 17, കേരള ടോപ്പർ, IIT മുംബൈ, കമ്പ്യൂട്ടർ സയൻസ് പ്രോഡിജി, സിലിക്കൺ വാലി,
എല്ലായി ഞാൻ തന്നെ. ലഹരിയിൽ കുരുങ്ങി കുരുങ്ങി എല്ലാം നഷ്ടപ്പെട്ട് മുഴുഭ്രാന്തനായതും ഈ ഞാൻ. പെറ്റമ്മയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കിയവനും ഈ ഞാൻ. പ്രതിയും ജഡ്ജിയും ആരാചാരും എല്ലായി ഞാൻ തന്നെ. പത്രങ്ങളുടെ ഫ്രണ്ട് പേജിലും ചരമകോളത്തിലും വന്നു ലഹരിയുടെ കൊലവിളി, നന്ദഗോപൻ. എല്ലാം ഈ ഞാൻ. നിങ്ങൾ ഇവിടെ ഇപ്പോ? ഈ നശിച്ച ലഹരി എന്റെ ജീവിതം വലിച്ചൂറ്റിയെടുത്തു ഡോക്ടർ. അച്ഛൻ്റെയും അമ്മയുടെയും കാലിൽ വീണ് മാപ്പ് പറയുന്നുണ്ട് 1000 വട്ടം. പക്ഷേ അവരതറിയുന്നില്ലല്ലോ. ഒരു അപേക്ഷയുണ്ട്, ഇത് എല്ലാവരോടുമാണ്. ദിസ് ഈസ് യുവർ ലാസ്റ്റ് കോൾ. ലഹരിയുടെ വലക്കണ്ണികൾ പൊട്ടിച്ചെറിയൂ. അതിൽ കുരുങ്ങിപ്പിടയുന്ന കുരുന്നുകളെ മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കൂ. ഇനിയും വൈകിട്ടില്ല. അവർക്കെങ്കിലും ജീവിതം തിരികെ കൊടുക്കൂ. തുരത്താം ലഹരിയെ, കുരുക്കാം നാളികൾ, കരുതലോടെ നീങ്ങിടാം, കരുത്തരായി വളർന്നിടാം. കരുതലോടെ നീങ്ങിടാം, കരുത്തരായി വളർന്നിടാം.